എന്താ സേവനം എന്നുള്ളത് വ്യക്തമായിക്കോട്ടെ. ഇനിയിപ്പോൾ സേവനം വ്യക്തമാക്കേണ്ട ഞാനല്ലോ, അവർ വ്യക്തമാക്കും സേവനം. നിങ്ങളിപ്പോൾ ഒരു കാര്യം മനസ്സിലായിക്കോ, ഒരു സാധനം നമ്മൾ ഒരു കരാർ തയ്യാറാക്കും. ഇപ്പോൾ ഒരു ലിഫ്റ്റ് വാങ്ങും, നമ്മളൊരു ലിഫ്റ്റ് നമ്മൾ ഇറങ്ങാൻ ഉപയോഗിക്കുന്ന ലിഫ്റ്റില്ലേ, അതിന് സേവനത്തിന് പ്രത്യേകമായ പണമുണ്ട്. അത് വേണ്ടി വന്നാലും വേണ്ടി വന്നില്ലെങ്കിലും അതിന് ആ പണം അടച്ചേ പറ്റൂ. അതാ കരാറ്. ഏത് കരാറും അതെ, വളരെ വ്യക്തമായിട്ടുള്ള കരാർ അതാണ്. മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് എന്തായാലും വേണ്ടി വരുന്നത് അന്നേരമാണ് അത് സേവനം കൊടുക്കുക. അത് സംബന്ധിച്ച് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. എൻ്റെ അത് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെടെയുള്ള എന്തൊക്കെയാണ് വ്യവസ്ഥ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു വരാൻ അതൊക്കെ നിയമപരമായിട്ട് സാധിക്കുമല്ലോ. അതിലൊന്നും നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിക്കോ. നൂറുകണക്കിന് കോടി റുപ്യ ഞാൻ ഈ പറഞ്ഞതുപോലെ പണം കൊടുത്തതിന് യാതൊരു വ്യവസ്ഥയില്ലാതെ അതിന് നികുതി ഇളവ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ചോദിച്ചിട്ടേ ഇല്ല, ഒരു പ്രശ്നമേ ചോദിക്കുന്നില്ല. ചോദിക്കാതിരിക്കുന്നു, ചോദിക്കാതെ ഇരിക്കുന്നു. അതെന്താ? അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്. UDF നേതാക്കന്മാർ വണിച്ച മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഓരോന്നും കണക്ക് വേണ്ടില്ലേ, 171 കോടി, അതുപോലെ തന്നെ 16 കോടി, അതുപോലെ 39 കോടി. ഇതെല്ലാം 1.7 അതിൻ്റെ അത്രയും വലിയ കോടിയല്ലേ? 16 മാധ്യമങ്ങൾ 16 കോടി. ഇതൊക്കെ വാങ്ങിയത് എല്ലാം ചേർത്ത് നികുതി ഇളവ് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് ഉപയോഗപ്പെടുത്തിയിട്ട് രാഷ്ട്രീയമായ കാരണങ്ങളാൽ അത് വലിയ പർവ്വതീകരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അന്നേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നാളെയും അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെ അർത്ഥം. ഇത്രയേ പറയാനുള്ളൂ. വാസ്തുതാപരമായിട്ട് ഒരു വിഷവുമില്ല. അവർ പരിശോധിച്ചു. അത് ആ കമ്പനിയും അതുപോലെ തന്നെ കരാർ ഒപ്പിട്ടുള്ള മറ്റേ കമ്പനിയും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ തീരുമാനിക്കേണ്ടതല്ലേ? അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സേവനം കിട്ടിയിട്ടുണ്ട്. അതെ, അത് ആ കമ്പനിയല്ലേ തീരുമാനിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിച്ചിരുന്നു. നമ്മുടെ അല്ല, അത് കമ്പനിയല്ല ഉപദ്രവിക്കുന്നത്. കമ്പനിയല്ല ഉപദ്രവിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏജൻസികളാണ്. ആ ഏജൻസികൾ ഇനിയും പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പറയുന്നതൊന്നും നമ്മൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് പറയുന്നത്. ബാക്കി ഇത്രയേ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും വലിയ തുകക്ക് കൃത്യമായിട്ട് ഇളവ് നൽകി, അതിന് യാതൊരു തരത്തിലുള്ള വ്യവസ്ഥാപിതമായ തെളിവുമില്ല. അതിനൊക്കെ ഇളവ് നൽകിയിട്ട് വ്യവസ്ഥാപിതമായ തെളിവുള്ളതിന് ഇളവ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നം ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളൂ. അത്രയും കണ്ടാൽ മതി. ഏത് അന്വേഷണത്തിന് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് എന്തായാലും പ്രശ്നമുണ്ട്. അതെ, അന്വേഷിക്കട്ടെ. എന്താ അന്വേഷിക്കാത്തതില്ല? നിങ്ങൾ എഴുതുന്നാലും അന്വേഷിക്കണം. ഞാനിപ്പോൾ പറയുന്നത് അത് അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിന്റെ ഇളവ് നൽകുകയും ചെയ്തു. അതിന്റെ 70% ഇളവ് അവർക്ക് നൽകി. അതുകൊണ്ട് അതിനകത്ത് ഈ റെസീറ്റ് ഉണ്ടായിട്ടാണോ അല്ല എന്തൊക്കെ ഉണ്ടായിട്ടാണോ കൊടുത്തത് ഇളവ്? അത് പരിശോധിച്ച് നോക്കണം. പരിശോധിച്ചോ. അല്ല, അത് രണ്ടാണ്. രണ്ടായിട്ട് നമ്മൾ കണ്ടാൽ മതി. ബിനീഷ് കോടിയേരിന്റെ കേസിന്റെ അകത്ത് പാർട്ടി പറഞ്ഞത്, കോടിയേരി തന്നെ ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ, കോടിയേരി തന്നെ പറഞ്ഞത് എൻ്റെ മകൻ എന്ന രീതിയിൽ ഒരു ആനുകൂല്യവും പാർട്ടി എന്ന രീതിയിലോ ഞാനെന്ന രീതിയിലോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ള തുറന്ന മനസ്സോടുകൂടിയുള്ള നിലപാടാണ് അന്ന് എടുത്തത്. അത് വേറെ ഒരു കേസിന്റെ ഭാഗമാണ്. ഇത് രണ്ടാണെന്ന് നേരത്തെ അതേ പാർട്ടി സ്റ്റേറ്റ്മെന്റ് ഇറക്കാനുള്ള വസ്തുതാപരമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് സ്റ്റേറ്റ്മെന്റ് ഇറക്കേണ്ട കാര്യം? നിങ്ങൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് കെട്ടിപ്പോക്കുന്നത്? അത് പറഞ്ഞാൽ അതിന് മറുപടിയായി. അല്ല, പത്തേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാർത്ത ഇന്നിപ്പോൾ ഒരു പത്രത്തിൻ്റെ അകത്ത് ഫ്രണ്ട് പേജിൽ തന്നെ ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തിട്ട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പിണറായി വിജയനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ഗവൺമെന്റിനെയും അപഹസിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് രാഷ്ട്രീയമായ ഉന്നം വെച്ചുകൊണ്ടുള്ള ഫലപ്രദമായ നിങ്ങളുടെ ഇടപെടലാണ്. ആ ഇടപെടലിനെ പ്രതിരോധിക്കേണ്ടുന്ന ബാധ്യത നമുക്ക് പാർട്ടി എന്ന രീതിയിലും ഗവൺമെന്റ് എന്ന രീതിയിലുണ്ട്. അത്രയേ ഉള്ളൂ. അതൊന്നുമല്ല. എങ്ങനെയാ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് അവരുടെ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെല്ലാം കരാറുണ്ടാക്കാൻ പറ്റും? അല്ലാണ്ട് അതിലേന്ന് മുഖ്യമന്ത്രി എനിക്കറിയില്ല പറഞ്ഞു.
അതിൽ അതൊക്കെ എന്നോട് ചോദിച്ചാൽ എങ്ങനെ മനസ്സിലാകാം? നിങ്ങൾ അവിടെ പരിശോധിച്ച് നോക്ക്. നിങ്ങൾ വാർത്താ ശൃംഖലയുടെ വക്താക്കളല്ലേ, നിങ്ങൾ നോക്ക്. ഞങ്ങൾ കരാർ പരിശോധിച്ചില്ലാതൊന്നും ഞങ്ങൾ പറയാൻ പറഞ്ഞിട്ടില്ല. വെറുതെ ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് തോന്നുന്നതല്ല നമ്മുടെ പാർട്ടി പറഞ്ഞതാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇത്രയും അന്നും പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നത് എന്ന് ഇന്നത്തെ മനോരമ ഞാൻ ഈ പത്രം പറയാണ്ട് നിങ്ങളുടെ ഇന്നത്തെ മനോരമ പത്രത്തോടുകൂടി വളരെ വ്യക്തതയോടുകൂടി എല്ലാവർക്കും മനസ്സിലായി. പിണറായി വിജയൻ്റെ ഫോട്ടോ കൂടി വെച്ചിട്ട് എന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അവതരിപ്പിച്ചത്. അതിന് പിന്നെ KSIDC ആണ് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിന്ന് KSIDC പറ്റി, അതിൻ്റെ ഷെയറിനെ പറ്റി, അത് എപ്പോഴാണ് ഷെയർ എടുത്തത് എന്നതിനെ പറ്റി കൃത്യമായിട്ട് കൊണ്ട് പറഞ്ഞത്. അവർ പറയേണ്ട സമയത്ത് അവർ പറയേണ്ട, ഞങ്ങളിപ്പോൾ അതിൻ്റെ മറുപടി പറയാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇപ്പോഴും മറുപടി പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ CPIM-നെതിരായി മുഖ്യമന്ത്രിക്കെതിരായിട്ട് വന്ന കാര്യം വെച്ചുകൊണ്ട് അത് സംബന്ധിച്ച് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങൾക്കെതിരെ വിവരം ഉണ്ടാവേണ്ട കാര്യം? ഞങ്ങൾക്ക് ഒരു വിവരമുണ്ട്. ഇപ്പോൾ ആരെല്ലാം എന്തെല്ലാം കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട്, ആ കമ്പനിയെ പറ്റിയെല്ലാം ഡീറ്റെയിൽസ് ഇവിടെ പാർട്ടി എന്ന രീതിയിൽ ആലോചിച്ചിട്ടാണോ കൈകാര്യം ചെയ്യുന്നത്? അത് സ്വാഭാവികമായിട്ടും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം കണ്ടാൽ മതി. ഞങ്ങൾക്കതിലേക്ക് വേറെ പറഞ്ഞില്ല. അതിലൊന്നും പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ടോ ഒന്നും ഉണ്ടായതല്ല. ഉള്ള പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രിക്ക് നേരെ വരുന്ന ഒരു കടന്നാക്രമം എന്ന രീതിയിൽ അതിനെ ഉപയോഗിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത്രയേ കണ്ടു അതിനാണ്.